ഇന്നത്തെ ഞങ്ങളെ യാത്ര റീൽസിലൂടെയൊക്കെ ഫേമസ് ആയ ഊട്ടിയിലെ കിന്നക്കോര എന്ന് പറയുന്ന ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. ഊട്ടിയിൽ നിന്ന് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ് കാര്യമായിട്ടുള്ളത്. മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാട്ടുപാത കേട്ടോ. ഈ കാട്ടുപാതയാണ് കിന്നക്കോരനെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ആക്കുന്നത്. പിന്നെ എപ്പോഴും കിന്നക്കോരയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും കോട വന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ പോയിരുന്ന ഈ ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ. ഊട്ടിയിൽ തണുപ്പാണ്, എന്നാലും ഊട്ടീനെക്കാട്ടിലും തണുപ്പ് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ കിന്നക്കോര എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ഓരോ സൈറ്റ്, ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇതാട്ടോ ഈ കാട്ടുപാത തുടങ്ങുന്ന സ്ഥലം. അവിടെ നിന്നാണ് തുടങ്ങണത്. പിന്നെ ഇങ്ങനെയുള്ള കാട്ടുപോത്തും അതേപോലെ കുരങ്ങനും സിംഹവാലൻ കുരങ്ങനും മലയണ്ണാനും ഒക്കെ തുടങ്ങി ഒരുപാട് വന്യമൃഗങ്ങളുള്ള റൂട്ടാണ്. അപ്പോൾ സൂക്ഷിച്ച് പോകണം. ബൈക്കുമേൽ അത്ര സേഫ്റ്റി ഒന്നുമില്ല, എന്നാൽ വലിയ വണ്ടി എടുത്ത് പോകാൻ പറ്റിയ റൂട്ടും അല്ല. കിന്നക്കോരയിലേക്ക് ഊട്ടിയിൽ നിന്ന് ബസ്സിൽ പോകാൻ കഴിയും. ബസ് റൂട്ടാണ്. അതുകൊണ്ട് കിന്നക്കോര വരെ നമുക്ക് പോയി വരണമെങ്കിൽ എന്ത് ചെയ്യുക, ബസ്സിൽ തന്നെ പോയി വരികയും ചെയ്യാം. ഈ കാട്ടിലൂടെ പോകുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക. നമ്മൾ പ്രകൃതിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഈ വഴി കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ഇതുവരെ വേറൊന്നും കിട്ടിയില്ല കേട്ടോ. എപ്പോഴും കോട വന്നും പോയും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിന്, പക്ഷേ അതിപ്പോൾ അടിച്ചിട്ടൊക്കെയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മൾ ഈ ഊട്ടിക്കൊക്കെ വരുന്നല്ലോ, അവിടെ 1-2 സ്ഥലമൊക്കെ കയറിയിട്ട് പിന്നെ ഫോറസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നേരെ കിന്നക്കോരയ്ക്ക് പിടിച്ചാൽ മതി. അപ്പോൾ ആ കിന്നക്കോരയ്ക്ക് പോരുന്ന ആ കാട്ടുപാതല്ലേ, ഈ കാണുന്ന റൂട്ട് എന്നുള്ളതാണ് അതിനെ പ്രത്യേകമാക്കുന്നത്. അവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, അവിടെ വലിയ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല കിന്നക്കോരയിൽ. അപ്പോൾ താഴെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോറസ്റ്റൊക്കെ കയറിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ വഴിയിൽ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടും. അപ്പോൾ ഊട്ടിക്ക് വന്നിട്ട് കിന്നക്കോര കാണാതെ പോയാലൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് നിങ്ങൾ കിന്നക്കോരയിലാക്കി കളി. കാരണം കിന്നക്കോര കണ്ടില്ല എന്ന്, ഊട്ടിയിൽ വന്നിട്ടും കിന്നക്കോര കണ്ടില്ല എന്നുള്ളത് ഭയങ്കര നഷ്ടമാണ്. നമ്മളെ കിന്നക്കോരയിലെത്തിയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു 5 മിനിറ്റ് കോട വന്ന് പോയോണ്ടിരിക്കും. ഓരോ കട്ടിക്കോട കിട്ടാണ്ട് വരും, അപ്പം തന്നെ വേറൊരു ഭാഗത്തേക്ക് പോകും. ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ മാസവും അങ്ങനെയാണെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പില്ല. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടുള്ള സമയമാണ് ഈ ഏപ്രിൽ മെയ് മാസമൊക്കെ അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിൽ തണുപ്പ് കിട്ടിയാൽ മതി നമ്മൾ ആലോചിക്കാം. പക്ഷെ ആ സമയത്തൊക്കെ ഈ കിന്നക്കോരയിലുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ആനിമൽസ് അറ്റാക്കൊക്കെ സാധ്യതയുള്ള റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ നടുവിലൊന്നും പരമാവധി നിർത്താതെ എന്ത് ചെയ്യാം, പോവുക. കാരണം നിർത്തി കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാളും ഇല്ലാത്തതുകൊണ്ട്, ആ ജനവാസ മേഖല ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ വേറെ ഒരു രക്ഷയും നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ പെട്ടോ. കാട് എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള കാട്, ഭയങ്കര കാടിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് നല്ല കിട്ടും. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആട്ടോ ഈ റൂട്ടിൽ കൂടെ നമുക്ക് പോകുമ്പോൾ കിട്ടുക. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നിൽക്കാനൊക്കെ റിസോർട്ടൊക്കെ ഇങ്ങനെ വരികയുണ്ട്, അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കലൊക്കെ എത്രത്തോളം നമുക്ക് പറ്റുന്നൊന്നും അറിയില്ല.